ഹലോ, വെൽക്കം ബാക്ക് ടു ഫണി തിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എം കഫീൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലെ ഷീറ്റ് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതെങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പക്ഷെ അതിന് മുമ്പ്, ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ഫേസ് ക്ലെൻസ് ചെയ്യണം. നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് ക്ലെൻസർ എടുത്തിട്ട് കഫീൻ്റെ തന്നെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് അതൊന്നൊരു വൈപ്പിംഗ് ടവൽ കൊണ്ട് തുടക്കുകയാണ് മുഖം. അത് നന്നായി അമർത്തി അല്ലാതെ മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തുടച്ച് കൊടുക്കുകയാണ്. ആ വാട്ടർ കണ്ടൻ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രം അതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ. അതിനതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പക്ഷേ അത് കട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ല. എൻ്റെ കൈ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിവിദഗ്ധമായി കത്രിക കൊണ്ട് കട്ട് ചെയ്യാമെന്ന് നമ്മൾ ഞാനത് കട്ട് ചെയ്യാണ് ഗൈസ്. നിങ്ങൾ സിസർ വെച്ച് കട്ട് ചെയ്യണം, അല്ലാതെ നമ്മളെ കൈ വെച്ച് കട്ട് ചെയ്തത് പോലുമില്ല. അത് വേറെ ഫിക്സിങ് ആണ് ആ ഒരു ഷീറ്റ്. ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് അത് നമുക്ക് പുറത്തോട്ട് എടുക്കാം. എനിക്കറിയില്ല അതിൽ എത്ര ഷീറ്റ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് എടുത്ത് നോക്കാം. പക്ഷേ അത് കുറച്ചും കൂടെ ഞാൻ ഫുള്ളായി കട്ട് ചെയ്തിട്ടില്ല. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് വലിച്ച് കീറി എടുക്കുകയാണ് ഞാൻ. പക്ഷെ പോരുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും മയിലയ്യ, വാട്ടോവർ അത് പോന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് ഷീറ്റ് മാസ്ക് ഒന്ന് നമുക്ക് എടുക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഷീറ്റ് മാസ്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ അതിൽ ഒന്നുള്ളൂ തോന്നുന്നു, ഒരു ഷീറ്റ് മാസ്ക് ഉള്ളൂ. എല്ലാ ഷീറ്റ് മാസ്കിലും ഇതേപോലെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യണത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഫേസിലിട്ട് വെച്ച് നോക്കാം. ഓക്കെ, ഫേസ് കറക്റ്റ് നോക്കി, എല്ലാതും നോക്കി ഫേസിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആവുന്ന വിധത്തിൽ വേണം നമുക്കിത് അപ്ലൈ ചെയ്യാൻ. നമ്മുടെ നോസും കറക്റ്റായിട്ട് വേണം. പക്ഷേ എന്തോ ബൈ മിസ്റ്റേക്ക് എനിക്കത് കിട്ടണില്ല. ഞാൻ എല്ലാ ഫേസ് മാസ്കും കണ്ടിട്ടുള്ളത് നോസ് ഫുള്ള് കവർ ചെയ്യണതാണ്. പക്ഷെ എന്തോ എനിക്കത് കവർ ചെയ്യാൻ എനിക്ക് പറ്റണില്ല. നമ്മുടെ ഐസും ലിപ്പും മാത്രമേ അൺകവറായിട്ട് ഉണ്ടാവുള്ളൂ ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ ഫേസ് മാസ്ക് ഞാൻ ഇടുന്ന രീതി തെറ്റായതുകൊണ്ടോന്നറിയില്ല. വാട്ടോവർ നമുക്ക് ബാക്കി പ്ലേസിലൊക്കെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇടാം. ഇതിട്ടപ്പോൾ നല്ലൊരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പം ഞാനങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വലിച്ച് നോക്കി ഫേസിൻ്റെ ഉള്ളിലോട്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ. പക്ഷെ പറ്റുന്നില്ല ഗൈസ്. ഞാൻ എന്നിട്ട് അതൊന്നും കൂടെ ഊരി എന്നിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കി. അപ്പോഴും പറ്റുന്നില്ല. പക്ഷെ അതിനെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നോസിൻ്റെ അത് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. പക്ഷേ എൻ്റെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടത് കാരണം ഞാൻ ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുവാണ്. ഇങ്ങനെ അല്ല ഗൈസ്, ഇതും അല്ല. നമുക്കിന്ന് പോണ്ടേ? എന്താ ഞാൻ ഈ ചെയ്യുന്നതെന്ന് തന്നെ എനിക്ക് അറിയില്ല. ജസ്റ്റ് ഇതൊന്നല്ല ഇതിൻ്റെ ഒരിത്. പക്ഷേ എനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. ഞാൻ എന്താ ഇതിങ്ങനെ ചെയ്യുന്നേ എന്ന്. ഇതല്ല ഇതിൻ്റെ മെത്തേഡ്. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, ഇടാനറിയാഞ്ഞിട്ടാണ് ആക്ച്വലി. പക്ഷെ ഇതൊന്നല്ല ഇതിൻ്റെ മെത്തേഡ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിങ്ങനെയൊന്നും അല്ലടാ.
ആ ഒരു ലെവലിലാണ് ഞാൻ ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫേസ് മാസ്ക് അല്ല, ഫേസ് ഷീറ്റാണ്, സോറി, ഫേസ് ഷീറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിമ്മ ഒന്നും കൂടെ ഒന്ന് ഊരി റെഡിയാക്കേണ്ടി വരും. ഏറ്റവും കോമഡി എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ട ഒരു മുടി കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. ആദ്യം ഞാൻ ഫൈനലി ഇപ്പോൾ കറക്റ്റാക്കി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനത് ഒന്നും കൂടെ മിററിൽ പോയി നോക്കി. ആ ഫേസിൻ്റെ നോസിൻ്റെ ഭാഗത്ത് ഒരു ഷീറ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വലിച്ചു. അത് വലിച്ചപ്പോൾ കറക്റ്റ് നോസിൻ്റെ ഷേപ്പ് കിട്ടി. ഇപ്പോഴാണ് കറക്റ്റ് ഞാൻ ഫേസ് ഷീറ്റ് അപ്ലൈ ചെയ്തത്. ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഫേസ് ഷീറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി നമുക്കൊരു 15 to 20 minutes നമുക്ക് ഇങ്ങനെ നിൽക്കണം. നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു 15 to 20 minutes, ഞാനൊരു 30 minutes, ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പാടില്ല. കൂടുതൽ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് അതൊരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഞാനങ്ങനെ ഇനിയും 20 സെക്കൻഡ്, 20 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ആക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിന്നത്. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിമൂവ് ആക്കി ഗൈസ്. ഇതാണ് ഞാൻ റിമൂവ് ആക്കിയതിന് ശേഷമുള്ള എൻ്റെ ഫേസ്. പക്ഷേ എനിക്ക് അത്ര ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്നുണ്ട്. ഇത് ചെറുതായി നമ്മുടെ ഒരു സ്കിൻ ടോണിന് പറ്റിയൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഇത് തരുന്നുണ്ട്. പിന്നെ സ്കിന്ന് നന്നായി ഒന്ന് സ്മൂത്തായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്തനിങ് ഉണ്ട്, നല്ല കൂളിംഗ് എഫക്റ്റും തന്നിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ആയില്ല. ഈ ഒരു ബ്രൈറ്റനിങ് പിന്നെ ഒരു കൂളിങ്നെസ് ഇതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നല്ലത് ബെറ്ററാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുന്നതിൻ്റെ ബിഫോർ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് ഷീറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കഫീൻ്റെ ഒരു ഫേസ് ഷീറ്റും ഒരു ഫേസ് ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫേസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട്, ഒരു ഹൈഡ്രേറ്റിംഗ്, ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്നുണ്ട്. ഫേസ് ക്ലെൻസർ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, എന്തായാലും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്നും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.